ഹലോ ഗായ്സ്, ശ്രീകൃഷ്ണഗാന്ധിയുടെ അന്നത്തെ വിശേഷങ്ങളാട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണത്. അന്നത്തെ ദിവസം രാവിലെ തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലത്തെ എല്ലാവരുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. രാവിലെ 8 മണിക്ക് തന്നെ ഞങ്ങൾ അവിടെ എത്തി. പരിപാടി തുടങ്ങിയപ്പോൾ 8:30 ഡാൻസ് ക്ലാസ്സിലത്തെ എല്ലാ ചേച്ചിമാരും അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞൊരു ചെലങ്കിയൊക്കെ കെട്ടിയിട്ടാ. എനിക്കതില്ലല്ലോ. അപ്പം ഞാൻ അവർ കെട്ടണത് നോക്കി നിന്നു. എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ് എനിക്കും കിട്ടും. ഞങ്ങളെല്ലാവരും വന്നപ്പോൾ ടീച്ചർ ഞങ്ങൾ ഒരുമിച്ച് നിർത്തിയിട്ടാ ടീച്ചർ. എന്നിട്ട് തൊഴുതു. ഇതാണ് ചിന്ന ചേച്ചി, ഞങ്ങളെ ഡാൻസ് പഠിക്കുന്ന ടീച്ചറാണ്. ചേച്ചിയുടെ ഡാൻസ് ആയിരുന്നു ആദ്യത്തെ. രണ്ട് മൂന്ന് ചേച്ചിമാരും വേറെ ഡാൻസ് കളിച്ച. അടുത്തത് എൻ്റെ ഡാൻസ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ ഡാൻസ് പരിപാടിയായിരുന്നു. പാട്ടൊക്കെ ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. ഡാൻസ് ഇത് ആദ്യമായിട്ടാ. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ ചിരിക്കണില്ലെന്ന്. അതെന്താണെന്നറിയില്ല, എനിക്ക് ചിരിയേ വരുന്നില്ല. കുറച്ചുകൂടി വലുതാവുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെ കളിക്കാൻ നോക്കാട്ടാ. ഒരു 10 മണിയായപ്പോഴേക്കും അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ വർഷം അവിടുന്ന് ഞങ്ങൾക്ക് പായസമൊക്കെ തന്നു. നല്ല സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടാ. അതിന് മുമ്പ് വീട്ടിൽ പോയി കുറച്ചു നേരം ഉറങ്ങിയിട്ട് വൈകുന്നേരത്തെ പരിപാടിക്ക് ഒരുങ്ങാൻ പോവാണേ. അങ്ങനെ 12 മണി കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ്സിലെത്തി. അപ്പോഴേക്കും അവിടെ ചേച്ചിമാരുടെ മേക്കപ്പ് നടക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്നപ്പോ പിന്നെ എൻ്റെ മേക്കപ്പ് തുടങ്ങി വെച്ചു. രാധയായിട്ടാണ്. ആദ്യമായിട്ട് ഞാൻ രാധയുടെ വേഷം കെട്ടിയിട്ട് ഘോഷയാത്രയിൽ പങ്കെടുത്തു കേട്ടാ.
ഇതാണ് രശ്മ ചേച്ചി, ഗ്രീഷ്മ ചേച്ചിയുടെ ചേച്ചിയാ. ഇവര് രണ്ടാളും കൂടിയിട്ടാണ് ഈ ഡാൻസ് ക്ലാസ് നടത്തണതേ. പറയാൻ മറന്നു, നളന്ത എന്നാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസിന്റെ പേര്. കുഞ്ഞികൃഷ്ണനായിട്ട് അല്ലുവാണേ, അവളെന്റെ ബാക്കിലുണ്ട്. മുഖത്തെ കുറച്ച് മേക്കപ്പ് കഴിഞ്ഞപ്പോ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാറുന്നേ. പിന്നെ ചിന്നു ചേച്ചിയുടെ മേക്കപ്പ് കാണായിരുന്നു. ചേച്ചി വലിയ കൃഷ്ണനായിട്ടാണേ. പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കേട്ടോ. പിങ്ക് ഡ്രസ്സാണേ. അതിന് ഇടയ്ക്ക് എൻ്റെ കയ്യിൽ മറ്റേ ചോപ്പ സാധനല്ലേ ഡാൻസ് കളിക്കുമ്പോ ഇടുന്നത്, ആ സാധനം ഇട്ടെന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടാട്ടത്. എങ്ങനെയാണ് എനിക്കിഷ്ടമായത്. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മാലയും കമ്മലും ഒക്കെയും കൂടി ആയപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ വൈകുന്നേരമായപ്പോ ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. ഫൈനൽ ലുക്ക് ഇതാട്ട. അധികം വൈകാതെ തന്നെ ചേച്ചി ഞങ്ങളെ ഡാൻസ് കളിപ്പിച്ചുട്ടാ. തന്നെ എനിക്ക് തിരിച്ചുകൊള്ളുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വന്നിരിക്കുന്നതല്ലേ. പക്ഷെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് കുറച്ചൊക്കെ ആൾക്കാരെ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അത് കാരണം കുറച്ചുകൂടി ദൂരം പോവാന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയും മാറി മാറി എടുത്തു തന്നെ. കുറച്ച് നേരം നടക്കുകയും ചെയ്തു. അങ്ങനെ ഓരോരോ ഡാൻസുകളായിട്ട് കഴിഞ്ഞു തുടങ്ങി. ഉണ്ടായിരുന്നു കൃഷ്ണനായിട്ട്. അവന്റെ കൂടെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഉറിയാടിയൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോന്നു. അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ എന്നെ പൊക്കി പിടിച്ച് ആ മഴയത്ത് ഓടിപ്പോന്നു. എന്റെ രാധയുടെ ഡാൻസ് ക്ലാസ്സിലത്തെ പരിപാടി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.